നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പറമ്പലങ്ങാടി എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിൻ്റെ ഉള്ളിലൊന്ന് പോയിട്ട് നമുക്കെല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കുള്ള ഒരു പ്രചോദനം. നമ്മുടെ യൂട്യൂബർ നിക്ക് വ്ളോഗിൻ്റെ ആളാണ് ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എവിടെയാണ്. കുട്ടികൾക്ക് 100ഉം വലിയ ആൾക്കാർക്ക് 130 ഇതിൻ്റെ റേറ്റ് വരുന്നത്, ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒരു കോൺടാക്സ്റ്റ് ഉണ്ട്, ഇതിൽ പങ്കെടുക്കാം. ഇത് നമ്മളെ ഐഫിൽ ടവറിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കും, അതുകൊണ്ട് ഞാൻ വായിക്കണില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞവർ നിങ്ങൾ പറഞ്ഞോളി. പിന്നൊരു എൻട്രി, ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഒരു കവാടം പോലെ ഉണ്ടാക്കിയാണ് ലൈറ്റ് കൊടുത്തിട്ട്. സൂക്ഷിച്ചു വെക്കണം. കളിക്കല്ലോ. ഇതൊരു ഗുഹയുടെ പോലുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഗുഹേനുള്ളിലേക്ക് കയറുകയാണ്. നമ്മളൊരു പൂവേ ചോദിച്ചിട്ടുള്ളൂ, ഒരു പൂക്കാലം നമുക്ക് തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുട കൊണ്ടൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്കൂൾ തുറക്കല്ലേ, സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ കുടകളൊക്കെ ഊരിക്കൊണ്ടാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിനിമാ പാട്ടുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള പൂക്കൾ കാണുന്നത്. ഈ പൂക്കളിലൊന്നും തൊടാൻ പാടില്ല, അങ്ങനെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അങ്ങനൊരു വാട്ടർഫോൾസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമ വന്നിട്ടുണ്ട്. നമ്മളൊരു സ്വർഗത്തിൽ കയറിയ പോലെയാണ്. ആ സ്വർഗത്തിൽ നിന്ന് ഇതാ വേറൊരു നരകത്തിലേക്ക് പോകുന്നു. ഒരു ഗുഹയാണത്. ഇവിടെ ഫുള്ളൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ട്. ഇതിലൊന്നും മീനുകളില്ല. ഇതിനടുത്ത് സ്വർണ്ണം കൊണ്ടുവച്ച സ്വർണ്ണം ഏത് മീൻ ഏതെന്ന് മനസ്സിലാവില്ല. ഒരു ഗോൾഡൻ ഫിഷാണ്. ഗോൾഡല്ല, ഒറിജിനൽ സ്വർണ്ണം. ഗോൾഡൻ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറാണ് ഉണ്ടാവാറ്. ഇത് സ്വർണ്ണം തന്നെ. എന്തായാലും അടിപൊളിയായിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. മീനിൻ്റെ ഒരു അക്വേറിയം ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ വെല്ലുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു താജ്മഹൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഇതാരാണെന്നറിയാം? നിങ്ങൾ ചിത്രകഥയിൽ വായിച്ചിട്ടുള്ള, ബാലരമയിൽ വായിച്ചിട്ടുള്ള കുട്ടൂസനും ഡാഗിനിയും ഒക്കെയാണിത്. ഇവരിതാ കുന്തത്തിൽ കയറി പോവുകയാണ്. വേണ്ട പോകണം അറിയില്ല. ഇതറിയുന്നവർ ഇതിൻ്റെ പേര് മെൻഷൻ ചെയ്യാം. പിരമിഡുകളാണ്. എന്തിൻ്റെ ആണെന്നുള്ളത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ കോട്ടകളാണ്. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ
നമ്മൾ കാണുന്ന ഓരോന്നും നമ്മളെ വെല്ലുന്ന, നമുക്ക് എന്താ പറയുക, നമ്മളെ കണ്ണ് കുളിർമയാക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളിവിടെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ വെക്കേഷൻ കാലത്ത് നമ്മൾ കുട്ടികളെ കൊണ്ടേ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ പാമ്പുണ്ട്, ഒരു അക്വേറിയം ഉണ്ട് ഇവിടെ. നമ്മളൊരു കിണറിൽ ഇറങ്ങിയ പോലെ ഉണ്ട് ഇവിടെ. കിണറിൽ ഇതേപോലെ മീനുകളെ വളർത്തിയാൽ ഇത് അത്രയും വലിയൊരു അക്വേറിയമാണത്. നമ്മളിപ്പോൾ ചന്ദ്രനിലെത്തി തോന്നണം. ഒരു അടിപൊളി ഒരു സംഭവമാണ് ലൈറ്റിൻ്റെ. ഇവിടെ അങ്ങനെ ഒരു പ്രേതത്തിൻ്റെ സൗണ്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടി പോലെയൊക്കെ തോന്നും. ഞാനിപ്പോൾ തനിച്ചാണ് പോകുന്നത്. ഇവിടെ ഒരു ലേസർ ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ അവതാറിൻ്റെ, നമ്മളൊരു അവതാർ സിനിമ കാണുന്ന ആ ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. ആരാണ് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒച്ച ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഇവിടെ പല സംഭവം ജീവികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ അവർ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഗുഹയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഫുള്ള് പ്ലെയിനായി കിടക്കുകയാണ്. ഇവിടെ ഒന്നും പുതിയ സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇവിടെ ആകെ വന്നിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. ഇവിടെ സ്റ്റാളുകൾ ഇടണം എന്നുണ്ടെങ്കിൽ വരാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സ്റ്റാളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് കൊടുത്തിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും സ്റ്റാളുകൾ ഇടണം എന്നുണ്ടെങ്കിൽ വന്നിട്ട് ചോദിച്ചാൽ ഇടാം. ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പം കാലിയാണ്. ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലുള്ള സംഭവങ്ങൾ വരാനുണ്ട്. അത് 2-3 ദിവസത്തിനുള്ളിൽ വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ സ്പേസൊക്കെ ഇവിടെ ഫ്രീ ആണ്. ഈ സ്പേസിൽ നമുക്ക് സ്റ്റാളുകൾ ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ സ്റ്റാളിടാനുള്ള അനുമതി കിട്ടും. ഇപ്പോൾ സ്റ്റാളുകളൊന്നും വന്നിട്ടില്ല. ആകെ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം. താങ്ക് യു. ADS ഇൻറ്റീരിയറിൻ്റെ ഈ ചാനലിൽ ഇനിയും പുതിയ വീഡിയോകൾ കാണാനും നിങ്ങളെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ്, നല്ല കമൻറ്റുകൾ മാക്സിമം, നല്ലതായാലും ചീത്തയായാലും എൻ്റെ വീഡിയോയിൽ എൻ്റെ കഴിവിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു തിരക്കിനിടയിൽ ചെയ്യുന്ന ഓരോ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും അപാകതകളും ഉണ്ടാവും. അത് നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്താൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശരിയാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കൊരു ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു.